നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോദി പറയുന്ന ഗ്യാരണ്ടി നുണകളാണെന്ന് CPI ദേശീയ സെക്രട്ടറി എ രാജ. യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, കർഷകരുടെ കഷ്ടതകൾക്ക് പരിഹാരമില്ലെന്നും എ രാജ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. അക്രമ സംഭവങ്ങളിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡ്. ACP N ഷിബു അഭിവാദ്യം സ്വീകരിച്ചു. 2022-24 ബാച്ച് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. വിശദമായ വാർത്തകളിലേക്ക്. മാവേലിക്കര LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം താമരക്കുളത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു. CPI ദേശീയ സെക്രട്ടറി എ രാജ ഉദ്ഘാടനം ചെയ്തു. മോദി പറയുന്ന ഗ്യാരണ്ടി നുണകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് താമരക്കുളത്ത് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. CPI ദേശീയ സെക്രട്ടറി എ രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മോഡി പറയുന്ന ഗ്യാരണ്ടികൾ നുണകളാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പണമെത്തുമെന്ന് പറഞ്ഞിട്ട് ₹1 പോലും എത്തിയില്ല, കർഷകരുടെ കഷ്ടതകൾക്ക് പരിഹാരമില്ല, എന്നിട്ടും പുതിയ ഗ്യാരണ്ടികൾ പറഞ്ഞ് വോട്ട് തേടാനാണ് ശ്രമമെന്ന് D. രാജ പറഞ്ഞു. Talks about Modi's guarantee. What is Modi's guarantee? Modi says if he comes back to power for third term, now India is one of the 5 largest economies in the world. It will become one of the 3 largest economies in the world. But what is the reality? What is our economy? Economy is bad shape. Economy is in shambles. That's what we should understand. K. രാഘവൻ അധ്യക്ഷത വഹിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, K. സോമപ്രസാദ്, MS അരുൺകുമാർ MLA, EJ ആഞ്ചലോസ്, KG സന്തോഷ് കുമാർ, ജേക്കബ് ഉമ്മൻ, B. വിനു, N. രവീന്ദ്രൻ, ബിനോസ് തോമസ് കണ്ണാട്ട്, അനീഷ് താമരക്കുളം, ചാരുമൂട് സാദത്ത്, K. ചന്ദ്രൻ ഉണ്ണിത്താൻ, ഡെനീസ് ജേക്കബ്, അഡ്വക്കേറ്റ് KS രവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കടകുത്തി തുറന്ന് പണവും സാധനങ്ങളും അപഹരിച്ചു. പോരുവഴി ശാസ്താനട ഇടിക്കണ്ട ജംഗ്ഷന് സമീപത്തെ കടയിലാണ് മോഷണം നടന്നത്. കടയുടമ പോലീസിൽ പരാതി നൽകി. പോരുവഴി അമ്പലത്തുംഭാഗം ശാസ്താംനട ഇടിക്കണ്ട ജംഗ്ഷന് സമീപത്തെ കടയിലാണ് മോഷണം നടന്നത്. ചരുവിള വടക്കത്തിൽ ഷൈജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കട. പണം, സ്റ്റേഷനറി സാധനങ്ങൾ, ലോട്ടറി എന്നിവ ഇവിടെ നിന്നും മോഷ്ടിച്ചിട്ടുണ്ട്. കടയുടെ പിൻഭാഗത്തെ ഓടിളക്കി അകത്ത് കടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് മുൻഭാഗത്തെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടത്തിയിട്ടുള്ളത്. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കടയുടമ ശൂരനാട് പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുറത്താക്കിയ അംഗങ്ങളിൽ ചിലരുടെ നേതൃത്വത്തിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. കേരളത്തിലെ ഗവൺമെന്റ് കോൺട്രാക്ടർമാരുടെ ഏറ്റവും അംഗസംഖ്യയുള്ളതും പ്രബലവുമായ സംഘടനയാണ് AKGCA. കൊല്ലം ജില്ലയിൽ AKGCAയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച 21 പേരെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് AKGCAയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി പുറത്താക്കിയിരുന്നു. എന്നാൽ AKGCAയിൽ നിന്നും പുറത്താക്കിയ അംഗങ്ങൾ പുണർദം പ്രദീപ് എന്നയാളുടെ നേതൃത്വത്തിൽ AKGCAയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനും AKGCAയുടെ കൊല്ലം ജില്ലാ ഭാരവാഹികളാണെന്ന് സ്വയം അവകാശപ്പെട്ട വാർത്തകൾ നൽകാനും വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിക്കാനും തുടങ്ങി. ഇതേ തുടർന്ന് അസോസിയേഷന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയും ചേർന്ന് ഇവർക്കെതിരെ കൊല്ലം മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കേസിൽ പ്രതികൾക്കെതിരെ നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കുകയുമായിരുന്നു. കേസിലെ 2 പ്രതികളും ചേർന്ന് നിരവധി തവണ കോടതിയുടെ നിരോധന ഉത്തരവ് ലംഘിച്ച് അസോസിയേഷൻ ഓഫീസിന്റെ കതകുകളുടെ പൂട്ടുകൾ തകർത്ത് ഓഫീസിനകത്ത് അതിക്രമിച്ചു കടന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും മോഷണം നടത്തിയും അസോസിയേഷന് ഭീമമായ നഷ്ടമുണ്ടാക്കുകയും അതിനെതിരെയുള്ള കോർട്ടലക്ഷ്യ നടപടികൾ നടന്നുവരികയുമാണ്. പ്രതികൾ പരസ്യമായി കോടതി ഉത്തരവ് ലംഘിച്ച് ഇത്രയും അക്രമപ്രവൃത്തികൾ നടത്തിയിട്ടും ഇതുവരെയും പ്രതികൾക്കെതിരെ പോലീസ് നടപടി എടുത്തിട്ടില്ല. വീണ്ടും നിയമ നടപടി സ്വീകരിക്കാതെ പ്രതികളെ സഹായിക്കുന്ന പക്ഷം കൊല്ലം ജില്ലയിലെ 600 പരം AKGCA അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ നിർബന്ധിതരാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സഹകരണ സംഘം ജീവനക്കാർക്ക് അക്രമത്തിൽ പങ്കുണ്ടെന്നും അവർ സൂചന നൽകി. വലിയൊരു സപ്പോർട്ട് അവർ കിട്ടുന്നുണ്ട്. സ്റ്റേഷൻ പോലീസുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരെ പിടിക്കരുത്, വിട്ടേക്കാനാണ് പറയുന്നത്, കേസെടുക്കരുത് എന്നുള്ളത് നമുക്ക് മോഡത്തുള്ള ഓർഡറുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്ന് ചില നമ്മളോട് അടുപ്പമുള്ള ചില പോലീസുകാർ രഹസ്യമായി അവിടെ നിന്ന് തരുന്ന റിപ്പോർട്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായി
3 വലിയ സ്റ്റീൽ ഡോറുകൾ 3 ഡോറിൽ സ്ഥാപിച്ചു. ഒരു ഡോർ 40-50,000 രൂപ മുടക്കി വെച്ച ഡോറാണ്. ഈ ഡോർ കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ലാസ്റ്റ് ഡോറിന്റെ സൈഡ് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്ന് ഇടിച്ച് തുറന്ന് അതിനകത്ത് കയറി ആ സൈഡിൽ കൂടെ ഈ ലോക്ക് പൊട്ടിച്ച് ഈ ഡോർ തുറന്ന് അകത്ത് കയറി ആ ദിവസം അവർ മീറ്റിംഗ് നടത്തുന്നു. ഈ ഡോറ് പൊളിക്കാൻ ശ്രമിക്കുന്ന 2 പേര് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ ചെന്ന് സ്റ്റേഷനിൽ പരാതി പറയുന്നു. ഡോർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ അതിക്രമിച്ച് കയറുകയാണ്, നിങ്ങൾ ഇടപെടണം. ഈ പോലീസുകാർ വന്നിട്ട് അവരെ വളരെ സമാധാനപരമായി അവരെ പറഞ്ഞ് വിടുകയാണ് ചെയ്തിട്ടോ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും നിർദ്ദേശം കിട്ടിക്കാണും. അപ്പൊ അവര് വന്ന് വീണ്ടും കുത്തി തുറന്നു. 4 മണിയോട് കൂടി ഈ ഡോർ തുറന്നകത്ത് കയറി വീണ്ടും നമ്മുടെ ഇവിടുത്തെ ഭാരവാഹികളിൽ ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ പേരിന് വേണ്ടി വന്നു. അവരെ പിടിച്ചുകൊണ്ടുപോയി കേസ് പോലും എടുക്കാതെ അവരെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് ബൈജു, ജില്ലാ സെക്രട്ടറി എസ് ദിലീപ് കുമാർ, ജില്ലാ ട്രഷറർ സുരേഷ് കാഞ്ചനം, സംസ്ഥാന സെക്രട്ടറി സുനിൽ ദത്ത്, ഭാരവാഹികളായ പവനൻ, റഹീം കടയ്ക്കൽ, അജിത് പ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദൃശ്യ ടിവിയുടെ ചാരിറ്റബിൾ സൊസൈറ്റി താമരക്കുളം സോണൽ കമ്മിറ്റി രൂപീകരണ യോഗം ചേർന്നു. ചത്തിയറയിലാണ് യോഗം ചേർന്നത്. ദൃശ്യ ടിവി 25 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചത്. ദൃശ്യ TV ചാരിറ്റബിൾ സൊസൈറ്റിയുടെ താമരക്കുളം സോണൽ കമ്മിറ്റി രൂപീകരണ യോഗം ചേർന്നു. കരുനാഗപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദൃശ്യ TV 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന കാലയളവിൽ ഓപ്പറേറ്റർമാരും ഉപഭോക്താക്കളും ചേർന്നാണ് ദൃശ്യ TV ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചത്. ഇതിന്റെ ഭാഗമായാണ് മേഖലാ യോഗം ചേർന്നത്. താജ് ഗോപാൽ പദ്ധതി വിശദീകരിച്ചു. നമ്മൾ അറിയാം, ചാരിറ്റി പ്രവർത്തനം ആരെയും നിർബന്ധിച്ച് കൊണ്ടുവന്ന് ചെയ്യേണ്ടതല്ല. അവരവരുടെ മനസ്സ്, അവരുടെ ഇതിന് ഒരു അർപ്പണ ബോധം കൊണ്ട് വന്ന് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. നമ്മുടെ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കുറേയധികം സംഘടനകളുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റി എങ്ങനെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളത് നമുക്ക് പുറമേ കാണുന്നതാണ്. കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായിട്ട് അല്ലെ അവരുടെ വീടുകളിൽ ചെന്ന് അവരുടെ വീട്ടകങ്ങളിലെ അവസ്ഥ മനസ്സിലാക്കി ഓരോ യഥാർത്ഥ, അതായത് നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആവശ്യകത അല്ല ആരിലാണ് എത്തപ്പെടേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം കേബിൾ ടി വി പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ദൃശ്യ TV എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളെയും കണ്ടെത്തുന്നതിനും വളരെ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. ശ്രീജിത്ത് എസ് പിള്ള, സന്തോഷ് കരുനാഗപ്പള്ളി, ബിജു ആനിയടി, പ്രകാശ് സരോവരം, ഹരികുമാർ, പ്രസന്നൻ ചത്തിയറ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷ്ണകുമാറിനെ പ്രസിഡന്റായും അനിൽ മണിമന്ദിരത്തിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരിമൂട്. കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ACP N ഷിബു പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലെ 2022-24 ബാച്ചിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ N ഷിബു സല്യൂട്ട് സ്വീകരിച്ചു. സൂര്യദേവ് നയിക്കുന്ന 1ാമത്തെ പ്ലട്ടൂണാണ് അഭിവാദ്യം നൽകി. 2ാമത്തെ പ്ലട്ടൂണെ നയിക്കുന്നത് ആയുഷ് കൃഷ്ണ. 1ാമത്തെ പ്ലട്ടൂണെ നയിക്കുന്ന അമാന നയിക്കുന്ന 1ാമത്തെ പ്ലട്ടൂണാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ PK മോഹിത, SPC ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ B രാജേഷ്, സ്കൂൾ മാനേജർ L ശ്രീലത, സ്കൂൾ പ്രഥമാധ്യാപകരായ P രശ്മി ദേവി, KG അമ്പിളി, PTA പ്രസിഡന്റുമാരായ ക്ലാപ്പന സുരേഷ്, BA ബ്രിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഇടയിൽ ഒരാളാണ് നിങ്ങൾ. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം കൂടുതലായി ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സാമ്പാറിനെ പ്രമേയമാക്കി നൈപുണ്യ പരിശീലന പരിപാടിക്കൊരുങ്ങി കൊല്ലം കാരുവേലിൽ എഞ്ചിനീയറിംഗ് കോളേജ്. നടൻ സലീം കുമാർ പറഞ്ഞു ഹിറ്റാക്കിയ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന ഡയലോഗ് പ്രമേയമാക്കുന്ന നൈപുണ്യ പരിശീലന പരിപാടിയുമായാണ് കോളേജിലെ പ്ലേസ്മെന്റ് വിഭാഗം രംഗത്തെത്തുന്നത്. പരിപാടിയുടെ വിവരങ്ങൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. സാമ്പാറിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളെയും ചേരുവകളെയും നൈപുണ്യ ആർജവ കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച്
എല്ലാ വിദ്യാർത്ഥികൾക്കും ലക്ഷ്യബോധം നൽകുകയും പഠന കാലയളവിൽ തന്നെ ജോലി ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പരിശീലന പരിപാടിയാണിത്. കോളേജിലെ പ്ലേസ്മെന്റ് വിഭാഗം തലവനും മെന്റലിസ്റ്റുമായ ശ്രീരാജ് പാറയ്ക്കലിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 18 രാവിലെ 9:30 പരിപാടി ആരംഭിക്കുന്നത്. സലിംകുമാറിന്റെ മകനും ചലച്ചിത്ര താരവുമായ ചന്തു ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. മെന്റലിസം എന്ന കലാരൂപത്തിന്റെ അകമ്പടിയോടെയായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. അനുഭവപരമായ നൈപുണ്യ ആർജവം ഉറപ്പുവരുത്താനായി സാമ്പാർ പാചക മത്സരവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. 25,000 തൊട്ട് 30,000 കുട്ടികളാണ് ഒരു വർഷവും പഠിക്കാനായിട്ട് കയറുന്നത്. അതിനകത്ത് ഒരു 48 തൊട്ട് 55% കുട്ടികൾ മാത്രമാണ് ആദ്യത്തെ ചാൻസിൽ 4 വർഷം കോഴ്സ് സക്സസ്ഫുൾ ആയി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഒരു 40 അല്ലെങ്കിൽ 50% കുട്ടികൾ ഒരു രണ്ടാമതോ മൂന്നാമതോ ചാൻസ് നിന്ന് 2 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും അവർ പഠിച്ച് എഴുതിയെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 തൊട്ട് 15% കുട്ടികൾ, അതായത് 4,000 തൊട്ട് 5,000 കുട്ടികൾ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ട് ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പോകുന്നത്. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ നമുക്കൊരു സാമൂഹിക പ്രശ്നം തന്നെയാണ്. കോവിഡിന് ശേഷം വിദ്യാർത്ഥികളുടെ പഠന സമ്പ്രദായങ്ങളിലും ഏകാഗ്രതയിലും വന്ന മാറ്റങ്ങൾ അനുഭവവേദ്യമായ പഠന പരിശീലനങ്ങളുടെ ആവശ്യകതയിലേക്ക് ക്യാമ്പസുകളെ നയിക്കുന്നുണ്ടെന്ന തിരിച്ചറിവാണ് ഇത്തരം വ്യത്യസ്തമായ പരിശീലന പരിപാടിക്ക് പ്രേരണയായതെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗൗരി മോഹൻ, സ്റ്റുഡൻസ് ഡീൻ പ്രൊഫസർ കെ റസീക്ക, പ്ലേസ്മെന്റ് ഹെഡ് ശ്രീരാജ് പാറയ്ക്കൽ, പ്ലേസ്മെന്റ് ഓഫീസർ പ്രൊഫസർ അശ്വതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. അഞ്ചലിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഏകോപന സമിതി കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ വ്യാപാര ഭവനിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ 100 കണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് ജി ദേവരാജന്റെ അധ്യക്ഷതയിൽ സമിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു ജില്ലയിലെ ഏതാണ്ട് 190ഓളം മറ്റ് യൂണിറ്റുകളുണ്ട്. ഈ യൂണിറ്റിനെ വെച്ച് നോക്കുന്ന സംസ്ഥാനത്തിലെ 3,800ഓളം യൂണിറ്റുകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ഈ യൂണിറ്റിനെ ഉറ്റുനോക്കുന്നു. ഇവിടെ കൃത്യമായ ഒരു പ്രവർത്തന ശൈലി തുടർന്നു വന്ന ഒരു യൂണിറ്റ് ആണ് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പരിണിത പ്രജ്ഞരായ എല്ലാ വ്യാപാരികൾക്കും അറിയാം. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് അതറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അത്രത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള ഓരോരുത്തരുമാണ് സംഘടനാ തലത്തിലും അവരായിരിക്കുന്ന തലങ്ങളിലെല്ലാം, വ്യാപാര മേഖലയിലാണെങ്കിലും സാമുദായിക മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും മറ്റേതൊരു മേഖലയിലാണെങ്കിലും അവരായിരിക്കുന്ന ഇടത്ത് കൃത്യമായ നേതൃത്വം കൊടുക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ ഭൂരിഭാഗം ആളുകൾ. നേതാക്കളായ അഖിൽ രാധാകൃഷ്ണൻ, പ്രസാദ് കോടിയാട്ട്, VM തോമസ്, പ്രതാപൻ, ഫസലുദ്ദീൻ, സുരേഷ്, സുശീലൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് സ്പെഷ്യൽ കൺവെൻഷൻ വെള്ളിയാഴ്ച നടക്കും. IMA ഹാളിൽ ഉച്ചയ്ക്ക് 12-ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A അജികുമാർ ഉദ്ഘാടനം ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏക അംഗീകൃത സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2024 ഏപ്രിൽ മാസം 19 കരുനാഗപ്പള്ളി IMA ഹാളിൽ വെച്ച് സ്പെഷ്യൽ കൺവെൻഷൻ ചേരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന യോഗം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A അജികുമാർ ഉദ്ഘാടനം ചെയ്യുന്നതും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് SP പ്രജിത്തുകുമാർ, സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി G വാസുദേവൻ നമ്പൂതിരി, CPMന്റെ കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി സഖാവ് ജയപ്രകാശ്, CPIയുടെ മണ്ഡലം സെക്രട്ടറി I ഷിഹാബ്, എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ സംസ്ഥാന ട്രഷറർ CR റോബിൻ അടക്കമുള്ളവർ സംസാരിക്കും. കരുനാഗപ്പള്ളി ഗ്രൂപ്പിലെ ഏതാണ്ട് 14 സബ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ സംയുക്തമായിട്ടുള്ള യോഗമാണ് നടക്കുന്നത്. കോട്ടയ്ക്കുപുറം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ 10ാമത് മഹോത്സവത്തിന്റെ ഭാഗമായി കുത്തിയോട്ട ചുവടും പാട്ടും നടന്നു. 23-ന് ഉത്സവം സമാപിക്കും. കോട്ടയ്ക്കുപുറം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് 10ാമത് മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുന്നത്. ക്ഷേത്രത്തിലെ 4ാം ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റംപാട്ട്, സോപാന സംഗീതം, കുത്തിയോട്ട ചുവടും പാട്ടും എന്നിവ അരങ്ങേറി. ചിറ്റുകുളങ്ങര ശിവരഞ്ജിനി കുത്തിയോട്ട സമിതിയാണ് കുത്തിയോട്ട ചുവടും പാട്ടും അവതരിപ്പിച്ചത്.
ക്ഷേത്രത്തിലെ ഉത്സവം 23-ന് സമാപിക്കും. പകൽക്കാഴ്ച, എതിരേൽപ്പ്, ഗുരുതി എന്നിവയോടെയാണ് ഉത്സവം സമാപിക്കുക. തന്ത്രി അമ്പലപ്പുഴ പുതുമനയില്ലം മധുസൂദനൻ നമ്പൂതിരി, മേൽശാന്തി സജീഷ് തിരുമേനി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. മോദി പറയുന്ന ഗ്യാരണ്ടി നുണകളാണെന്ന് CPI ദേശീയ സെക്രട്ടറി എ രാജ. യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, കർഷകരുടെ കഷ്ടതകൾക്ക് പരിഹാരമില്ലെന്നും എ രാജ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. അക്രമ സംഭവങ്ങളിൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പാസിംഗ് ഔട്ട് പരേഡ്. ACP N ഷിബു അഭിവാദ്യം സ്വീകരിച്ചു. 2022-24 ബാച്ച് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.